ഇറ്റ്സ് മീ നിഷ ഫ്രം ബൊണീറ്റ. ഇന്ന് നമ്മൾ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് കാണിക്കുന്നത്. പ്രീമിയം സിൽക്കിൽ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സുള്ള ത്രൂ ഔട്ട് ത്രെഡ് വർക്കുള്ള ഒരു പീസാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും. നമുക്ക് പാറ്റേൺ കാണാം. ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ ഇതിങ്ങനെ വിത്ത് ലൈനിങ് ആണ്. ഇത് ലൈനിങ് സാൻഡൂൺ ലൈനിങ് ആണ്. ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും. സെയിം ക്ലോത്ത് തന്നെ, സെയിം സിൽക്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വർക്ക് വരും. ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും വരുന്ന ദുപ്പട്ടയാണ്. നല്ലൊരു പാർട്ടി വെയർ ഐറ്റാണിത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട്. നല്ല ഇതുണ്ട്. 2.5 മീറ്റർ ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു റോസ് കളറുള്ള പീസ്. ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു 49-50 ലെങ്ത് ഉണ്ടാവും. യോക്ക് പോർഷനിൽ ഇങ്ങനെ വർക്ക്. ഇതിൽ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ത്രെഡും പിന്നെ ഒരു ഗോൾഡൻ കളർ ത്രെഡും വെച്ചിട്ട് ത്രൂ ഔട്ട് വർക്കാണ്. ഹെം ലൈനിലും വർക്ക് ഉണ്ട്. ഇത് സ്ലീവിൻ്റെ പാറ്റേൺ. സ്ലീവിനും വെക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ വെക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2425 രൂപയാണ്. 2425. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വേർത്തി മെറ്റീരിയലാണിത്. ഇതതിൻ്റെ ലൈനിങ് വരും. ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഒരു രക്ഷയില്ലാത്ത ദുപ്പട്ടയാണ്. രണ്ട് സൈഡിലും ഫുൾ സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും, സൈഡിൽ മാത്രമല്ല ത്രൂ ഔട്ട് ത്രെഡ് വർക്ക് ഉണ്ട്. ബോട്ടം ഇങ്ങനെ വരും. ബോട്ടത്തിൻ്റെ അടിയിലും വർക്ക് ഉണ്ട്. ബോട്ടം ഒരു ടോപ്പിനേക്കാളും നീളം എന്തൊക്കെ ഉണ്ട്. ഒരു 51 ആ ഒരു ഇതിൽ ലെങ്ത് ഉണ്ട്. അടിയിലെ വർക്ക് ഇത് പ്യോർ സിൽക്കാണ്. നമ്മൾ സിൽക്ക് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം ഇത് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പോവാനുള്ള സാധ്യതയും, അതായത് ചീത്തയാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇത് ഡ്രൈ ക്ലീൻ ഉള്ളിയാണ്. അഥവാ ചിലർ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ മൈൽഡ് ഷാമ്പു ഇട്ടിട്ട് മാത്രം ചെയ്യുക. അതല്ലെങ്കിൽ സിൽക്ക് ആയത് കാരണം തന്നെ അത് ചീത്തയാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത് ഈ മെറ്റീരിയലിൽ നിന്നല്ല, എല്ലാ നല്ല മെറ്റീരിയലിലും. ഡിറ്റർജൻസ് അധികം ഉപയോഗിക്കാതിരിക്കുക. ഈ കളറും അതിൻ്റെ കൂടെ തന്നെ ഈ ത്രെഡ് വർക്കും കൂടി വരുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നല്ലൊരു പാർട്ടി ഐറ്റം കൂടിയാണ്. പിന്നെ വിത്ത് ലൈനിങ് കാരണം ലൈനിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ വരും. ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് നമ്മൾ നേരത്തെ കണ്ട ദുപ്പട്ടതിനേക്കാളും ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ കണ്ടോ 2 ഷെയ്ഡ്സിൽ
നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് വർക്കിൻ്റെ ആ ഒരു ത്രെഡിൽ വെച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് 2 ഇങ്ങനെ വീവിങ് കൂടി വന്നിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് നല്ലൊരു പച്ച. 2425 രൂപക്ക് എന്തുകൊണ്ടും നല്ലൊരു മെറ്റീരിയലാണിത്. ഇത് ലൈനിങ് വരും. ലൈനിങ്ങിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ലൈനിങ് ഒരുപാടൊന്നുമില്ല. ഇനി ഭയങ്കര, അതായത് പ്ലസ് സൈസുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ ലൈനിങ് കയ്യിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഏപ്പ് വെക്കാനൊക്കെ അത് യൂസ് ചെയ്തിട്ട് വേറെ ലൈനിങ് വെച്ചിട്ട് അങ്ങനെയും തയ്ക്കാം. നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. സ്ലീവിൻ്റെ പോർഷൻ വരും. എല്ലാത്തിലും ഡിഫറെൻ്റ് വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനും നല്ലതാണ്. അതായത് ഓരോന്നിലേക്കും യൂസ് ചെയ്ത് ത്രെഡ്, ഇതിപ്പോൾ ഗ്രീനിലേക്ക് ഈ ഒരു കളർ ത്രെഡ്, അപ്പോൾ നല്ല റിച്ച്നെസ് ഉണ്ട് അതിന്. ഇങ്ങനെ വരും. ഈ 2 സൈഡിലുള്ള ഒരു വർക്കിൻ്റെ ചെറിയൊരു കനം ഒഴിച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ദുപ്പട്ട. ശരിക്കും നല്ല ഹെവി വർക്കാണ് എങ്കിൽ കൂടിയിട്ട് അതിൻ്റെ അത്ര കനം തോന്നുന്നില്ല ദുപ്പട്ടക്ക്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഹെവി ലുക്ക് ഉണ്ട്. ടോപ്പൊക്കെ ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആണ്. എപ്പോഴും ഓർക്കാം, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുക. ഇത് സ്ലീവിന് വരും. ഇത് ബോട്ടം, ദുപ്പട്ട. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്കാലപ്പ് വർക്കിൻ്റെ ഇതിലൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് വന്നിട്ട് 2425. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക. ഷോപ്പ് വരുന്നത് എടവണ്ണ മഞ്ചേരി റോഡിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിൻ്റെ ബിൽഡിങ്ങിലാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.